CPM അനുകൂല പേജുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ചില ബംഗാൾ വിശേഷങ്ങളുണ്ട്. അതായത് പാർട്ടി സഖാക്കൾ തൃണമൂൽ ഗുണ്ടകൾ കൈവശപ്പെടുത്തിയ തങ്ങളുടെ ഓരോ ഓഫീസും തിരിച്ചുപിടിക്കുകയാണ്. സൗത്ത് 24 പർഗാന ജില്ലയിലെ 3 പാർട്ടി ഓഫീസുകൾ വൈകുന്നേരം തിരിച്ചെടുത്തു. രാജാപൂർ ഡി ബ്ലോക്ക്, സമ്മിലാനി പാർക്ക്, പഞ്ചനായർ ഓഫീസുകളാണ് സഖാക്കൾ ആവേശപൂർവ്വം തിരികെ പിടിച്ചെടുത്തത്. ഇതൊക്കെയാണ് ആ പോസ്റ്റുകളിൽ പറയുന്നത്. എന്നാൽ ബംഗാളിൽ എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് എന്ന് നോക്കിയിട്ടുണ്ടോ? ബംഗാളിൽ BJP സർക്കാർ അധികാരത്തിലേറുമെന്ന് ഉറപ്പായതോടെ കഴിഞ്ഞ 15 വർഷക്കാലത്തിനിടയിൽ തൃണമൂൽ ഗുണ്ടകൾ അതിക്രമിച്ചു കയറി തട്ടിയെടുത്ത സ്വന്തം പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ തിരിച്ചുപിടിക്കുന്ന തിരക്കിലാണ് ബംഗാളിലെ സഖാക്കൾ. ആ വിവരം ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്ത് ആഘോഷമാക്കുന്ന കേരളത്തിലെ CPMകാരുടെ ഒന്നും പറയാനില്ല. ബംഗാളിലെ കോൺഗ്രസുകാരും BJP സർക്കാർ അധികാരത്തിലേറുന്നതിന്റെ ധൈര്യത്തിൽ അവരുടെ നഷ്ടപ്പെട്ട പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ തിരികെ പിടിക്കുകയാണ്. 197 സീറ്റുകളിൽ മത്സരിച്ചിട്ട് ഒരെണ്ണം മാത്രമാണ് ഇത്തവണ CPMന് ജയിക്കാൻ സാധിച്ചത്. എന്നാൽ അത് വലിയ വിജയം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ ഒരൊറ്റ സീറ്റ് പോലും അവർക്കുണ്ടായിരുന്നില്ല. 293 മണ്ഡലങ്ങളിൽ മത്സരിച്ച കോൺഗ്രസിന് 2 സീറ്റുകൾ കിട്ടി. കഴിഞ്ഞ ഇലക്ഷനിൽ അവർക്കും 0 സീറ്റുകളായിരുന്നു. ഇപ്പോൾ 2 പാർട്ടിക്കാരും തങ്ങളുടെ പാർട്ടി ഓഫീസുകൾ തുറക്കാൻ എത്തുന്നത് അവിടെ BJP ഭരണത്തിൽ ഉണ്ടെന്ന ധൈര്യത്തിൽ തന്നെയാണ്. മമതയുടെ ഗുണ്ടകളെ 2 ദിവസം കൊണ്ട് തന്നെ അടിച്ചൊതുക്കാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. തലയിൽ മുണ്ടിട്ട് നടന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നേതാക്കൾ പഴയതുപോലെ പകൽ വെളിച്ചത്തിൽ ഇപ്പോൾ ഇറങ്ങി നടക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകൾക്കും കോൺഗ്രസുകാർക്കും ബംഗാളിൽ തല്ലുകൊള്ളാതെ സ്വന്തം വീട്ടിൽ കയറണമെങ്കിൽ പോലും BJPയുടെ സംരക്ഷണം വേണമെന്നൊരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നേരത്തെ രാഹുൽ ഗാന്ധി കശ്മീരിൽ റോഡ് ഷോ നടത്തിയിരുന്നു. അവിടെ സമാധാന അന്തരീക്ഷം കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ തന്നെയായിരുന്നു. അല്ലാത്തപക്ഷം കശ്മീരിൽ ഇറങ്ങി നടക്കാൻ രാഹുൽ ഗാന്ധി ധൈര്യം കാണിക്കില്ലായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ തൃണമൂൽ കോൺഗ്രസ് അവിടെ തകർത്തു വാഴുകയായിരുന്നു. തിരിച്ചടിക്കാൻ പോയിട്ട് നേരെ നിന്ന് ചോദിക്കാൻ പോലും ആർക്കും ധൈര്യമില്ലായിരുന്നു. ഒട്ടേറെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ബംഗാളിൽ നിന്നും ഓടിപ്പോയി മറ്റ് സംസ്ഥാനങ്ങളിൽ അഭയം പ്രാപിച്ചു. അങ്ങനെയാണ് നമുക്ക് മീൻ വെട്ടാനും മുടിവെട്ടാനും ഹോട്ടൽ പണി ചെയ്യാനും ഒക്കെ ധാരാളം ബംഗാളികളെ കിട്ടിയത്. കാരണം അതുപോലത്തെ മർദ്ദനമാണ് CPM അവിടെ ഏറ്റുവാങ്ങിയത്. തൃണമൂൽ കോൺഗ്രസുകാർക്കും അവരുടെ ഗുണ്ടകൾക്കും ഒപ്പം ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയവരും മമതയുടെ ഈ ഗുണ്ടാ സംഘത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ BJPയോടൊപ്പം നിന്ന് അല്ലെങ്കിൽ BJPയുടെ പിൻബലത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും തിരിച്ച് തല്ലാൻ തുടങ്ങിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരും ബംഗാളിൽ മോശമായിരുന്നു. പതിറ്റാണ്ടുകൾ അവിടെ ഭരിച്ചവർ അതുപോലെ അക്രമങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് സൈൻബാരി കൊലപാതകം. ബർധമാൻ പട്ടണത്തിലെ സൈൻബാരി കുടുംബത്തിനെതിരെ നടന്ന ആക്രമണമാണ് സൈൻബാരി കൊലപാതകങ്ങൾ എന്നറിയപ്പെടുന്നത്. കുടുംബത്തിലെ 2 മക്കളെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ രക്തത്തിൽ കുതിർന്ന ചോറ് അവരുടെ അമ്മയെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഒരു മകൻ ആ സമയത്ത് വീട്ടിൽ ഇല്ലാത്തതിനാൽ അയാൾ രക്ഷപ്പെട്ടു. ബർധമാൻ പട്ടണത്തിലെ ആളുകൾ ഇന്നും ഒരു നടുക്കത്തോടെയാണ് ഇതെല്ലാം ഓർക്കുന്നത്. ഇതുപോലുള്ള നിരവധി കൊടും ക്രൂരതകൾ ചെയ്തതുകൊണ്ട് തന്നെയാണ് ബംഗാളിലെ ജനത സഹികെട്ട് CPMനെ പുറത്താക്കുന്നത്. അന്ന് കാട് കയറിയ പല നേതാക്കളും ഇന്നും തിരിച്ചു വന്നിട്ടില്ല. BJP ഭരണത്തിൽ കയറിയപ്പോൾ തൃണമൂൽ കോൺഗ്രസ് 15 വർഷം മുന്നേ പൂട്ടിപ്പോയ CPMന്റെ ഓഫീസ് തുറക്കാൻ പറ്റി എന്നതാണ് സത്യം. അതിന് വലിയ ഡെക്കറേഷൻ ഒന്നും ആവശ്യമില്ല. BJP കഴിഞ്ഞ ദിവസങ്ങളിലായി തൃണമൂലിന്റെ ഗുണ്ടാപ്പടയെ അടിച്ചോടിക്കുന്നുണ്ട്. അനധികൃതമായി പണം പിരിക്കാൻ അവർ കെട്ടിയുണ്ടാക്കിയ ടോൾ ബൂത്തുകൾ പലതും പൊളിച്ചു കളയുന്നുണ്ട്. ക്രിമിനൽ താവളങ്ങളായ പാർട്ടി ഓഫീസുകൾ തീയിട്ട് നശിപ്പിക്കുന്നുമുണ്ട്. അക്കൂട്ടത്തിൽ തുറന്നതാണ് CPMന്റെയും കോൺഗ്രസിന്റെയും പൂട്ടിയിട്ട ആ പഴയ ഓഫീസുകൾ.